എന്നെ രക്ഷിക്കാൻ പ്രേമിനെ കഴിയൂ. അച്ഛന്റെ സ്വഭാവം നിനക്കറിയാം. അച്ഛനെ ധിക്കരിച്ച് എനിക്ക് ഒന്നും ചെയ്യാനാവില്ല. എന്തെങ്കിലും ചെയ്താൽ ഞാൻ തെരുവിലാകും. അപ്പോ ഞാൻ അത് നിശ്ചയിക്കേണ്ടത് നിന്റെ അച്ഛനും അമ്മയാണ്. ഞാൻ ഈ ഗതിയിലായത് അവരറിഞ്ഞിട്ടല്ലോ. അതിന് ഉത്തരവാദിത്വം എനിക്ക് മാത്രമല്ലല്ലോ, പകുതി നിനക്കുമുള്ളതാണ്. എന്ന് വെച്ചാൽ അച്ഛനെ അനുസരിക്കാനേ ഇനി എനിക്ക് കഴിയൂ. രേഖ ഇനി എന്നെ പ്രതീക്ഷിക്കണമെന്നില്ല. പ്രേം, പ്രേം. ഇത് അലമാരിയിൽ വെച്ചേക്ക്. നാളെയാണ് ഗംഗാധരന്റെ അവധി. ഈ പണം കൊടുത്തു കഴിഞ്ഞാൽ അയാൾ മോനെ വിട്ടുതരുമോ? അല്ല, പണം വാങ്ങിയിട്ട് ഇനി എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ? അപ്പോ മറ്റു മാർഗങ്ങൾ നോക്കും. ആ മാർഗം നമുക്കിപ്പോഴേ നോക്കിക്കൂടെ? പണത്തിന് നമുക്ക് ആവശ്യമുണ്ട്. അത് കൊടുത്ത് രേഖയുടെ കല്യാണം നടത്താമായിരുന്നു. ബിജു മോൻ ഒരു കൊലപാതകയുടെ കയ്യിലാണ് അകപ്പെട്ടിരിക്കുന്നത്. നിനക്കിവിടെ കല്യാണം നടത്തണം. മോഹന്റെ അച്ഛൻ വന്നിരുന്നു. അവർക്ക് വിവാഹത്തിന് തിരക്കാണെന്ന്. അത്ര തിരക്കാണെങ്കിൽ വേറെ പെണ്ണ് നോക്കാൻ പറ. ഈ പണം അതിനുള്ളതല്ല, എന്റെ മോനെ രക്ഷിക്കാനുള്ളതാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. എന്റെ മോനെ തിരിച്ചു കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമില്ലേ? നമ്മുടെ കുഞ്ഞിന് ഒരാപത്തും വരില്ല. ഈ പണം നീ ഒന്ന് വെറുതെ ഇരിക്കാമോ? നിനക്കെന്ത് പറ്റി? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. സത്യമാണോ ഈ പറഞ്ഞതല്ല? സത്യം മാത്രമല്ല, നടക്കാൻ പോകുന്നതും അതാണ്. നിന്റെ ചേച്ചിയുടെ കല്യാണം. നീ കാട്ടിലും മലയിലും പോലീസിനെ പേടിച്ച് ഒളിച്ചു ജീവിക്കുന്നു. നിന്നെ മോചിപ്പിക്കാൻ 1 ലക്ഷം രൂപ ഞാൻ ആവശ്യപ്പെട്ടു. പക്ഷെ അയാൾക്ക് നിന്നെ വേണ്ട. ആ തുക സ്ത്രീധനമായി കൊടുത്ത് നിന്റെ ചേച്ചിയുടെ കല്യാണം നടത്താൻ പോകുന്നു. ഇല്ല, ആ കല്യാണം നടത്തരുത്, നടത്താൻ സമ്മതിക്കരുത്. ഞാൻ പറയുന്നത് പോലെ ചെയ്യാൻ തയ്യാറാണ്. എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. വരൂ, പറയാം. ദേ കാപ്പി.
രൂപ രാത്രി തന്നെ കൊണ്ടു കൊടുത്തു അല്ലേ? അപ്പൊ മോൻ എവിടെ? നീ എന്താണ് ഈ പറയുന്നത്? ഞാൻ രൂപ കൊണ്ട് കൊടുത്തു വന്നു. രൂപ അതിനെ എനിക്കറിയാം. എന്നോട് എന്തിനു കള്ളം പറയുന്നു? നിങ്ങൾ അത് കൊണ്ടു കൊടുത്തു. ഞാൻ പറഞ്ഞില്ല ഞാൻ രൂപ കൊണ്ട് കൊടുത്തില്ലെന്ന്. പിന്നെ ആ രൂപ എവിടെ പോയി? അത് നീ എടുത്ത് മാറ്റി. ഞാനോ? അയ്യോ, ഞാൻ എടുത്തില്ല. ഞാനത് കൊണ്ടു കൊടുക്കരുത് നിനക്ക് നിർബന്ധമായിരുന്നു. മോന്റെ ജീവനേക്കാൾ നിനക്ക് വലുത് മോളുടെ കല്യാണമാണ്. ബിജു മോനില്ലാതെ ഈ വീട്ടിൽ ഒരു കല്യാണവും നടക്കില്ല. മര്യാദയ്ക്ക് പണം തിരിച്ചു കൊണ്ടുവന്ന് വയ്ക്കേ. എന്ത് പറയണമെന്ന് പോലെ എനിക്കറിയില്ല. അവൻ എന്റെ മോനല്ലേ. അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് പിന്നെ ജീവിക്കാനാവില്ല. എങ്കിലും അപമാനം കൊണ്ട് ഈ കുടുംബം മുഴുവൻ നശിക്കാതിരിക്കാനാണ് ഞാനത് പറഞ്ഞു പോയത്. നേരത്തെ നിശ്ചയിച്ചു വെക്കുന്ന എത്രയോ കല്യാണങ്ങൾ മുടങ്ങുന്നു. അതുകൊണ്ട് അവർക്ക് വേറെ കല്യാണം നടക്കാറില്ലേ? ഇതിലെന്താ അത്ര അപമാനമുള്ളത്? അയ്യോ, ഞാനിത് എങ്ങനെ നിങ്ങളോട് പറയും? പ്രഭേ, എന്താ ഇത്? എന്ത് സംഭവിച്ചു? രേഖ 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 ഗർഭിണിയാണ്. അയ്യോ അമ്മേ, അച്ഛാ, ഒന്നിങ്ങോട്ട് ഓടി വന്നേ. രേഖ വാതിൽ തുറക്കുന്നില്ല. രേഖേ, 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 കതവ് തുറക്ക് മോളെ. രേഖ, കതവ് തുറക്ക്. രേഖേ, 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 കതവ് തുറക്ക്. കതവ് തുറക്ക് മോളെ. ഒരു പെണ്ണ് ചത്തതിൽ എനിക്ക് ദുഃഖമുണ്ട്. പക്ഷെ അവന്റെ കുടുംബത്തിന്റെ നാശം അതോടെ ആരംഭിക്കുകയാണ്. അതിന് പൂർത്തിയാവണം, പെട്ടെന്ന്, എത്രയും പെട്ടെന്ന്. ആ മരണം ബിജു അറിയുമ്പോൾ ഈ നിലയിൽ അച്ഛനെ കാണുന്നത് പോലെ എനിക്ക് വേദനയാണ്. രേഖ മരിച്ചു. ബിജുവിനെങ്കിലും കൂട്ടിക്കൊണ്ട് വന്നിരുന്നെങ്കിൽ. നിന്നെ കൊണ്ടാവോ കൂട്ടിക്കൊണ്ടുവരാൻ? എങ്കിൽ പോയി കൊണ്ടുവാ. ഞാൻ പോണ്ട നിന്റെ അച്ഛനെന്ന് പറഞ്ഞു കേട്ടില്ലേ? അപ്പോഴത്തെ പ്രയാസത്തിന് അച്ഛൻ എന്തൊക്കെയോ പറഞ്ഞു പോയത്. അച്ഛന് ബിജുമോൻ ജീവനാണ്. എങ്ങനെങ്കിലും എന്റെ ബിജുമോനെ കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിൽ. ആ ശരി ശരി, നീ ഒന്ന് കടിച്ചു നിർത്തിക്കേ. ഞാൻ പറയുന്നത് കേൾക്കും. ബിജു അത്ര കൊച്ചുകുട്ടിയൊന്നുമല്ല. അവന്റെ സഹോദരിയുടെ മരണത്തിന് നമ്മളാണ് കാരണക്കാരെന്ന് അറിഞ്ഞാൽ നമ്മെ കാണിച്ചു കൊടുക്കാൻ അവൻ മടിക്കില്ല. അവൻ നമ്മുടെ താവളം പോലീസിന് കാണിച്ചു കൊടുക്കും. നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം? തമ്പിയോട് പ്രതികാരം ചെയ്യാൻ കാത്തിരിക്കുന്ന നിങ്ങൾ ഇനിയും അയാളുടെ മകനെ ജീവനോടെ വെച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അർത്ഥം? നിങ്ങൾക്ക് ഭയമിങ്കൽ ഇതും ഞങ്ങൾ ചെയ്യേണ്ടി വരും. ഭയമോ? നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? എന്റെ ദുരിതങ്ങളും ദുഃഖങ്ങളും ഓരോന്നായി അവസാനിപ്പിക്കാൻ. അതിന് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഒരു ബലി അർപ്പിക്കണം. അതിനിവിടെ അമ്പലവും പ്രതിഷ്ഠയൊന്നും കാണുന്നില്ലല്ലോ. ആ വരൂ, കാണിച്ചു തരാം. അതാ നോക്കൂ.
ഇങ്ങനെ ഒരേ ഇരിപ്പിരുന്നാൽ എന്ത് നേടാനാ? എന്റെ മോനെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അച്ഛനെ കാണാൻ മോൻ ആഗ്രഹമില്ലെങ്കിലോ? എന്ന് പറഞ്ഞാൽ ബിജു ഇനി ഇങ്ങോട്ട് വരികയില്ല. എന്ത്? ബിജു വരികയില്ലെന്നോ? നീ അവനെ കണ്ടു മോനെ? കണ്ടു. ഞാൻ അവനെ കാല് പിടിച്ചു. അവനെ ഗംഗാന്റെ രക്ഷകനായിരിക്കുക. നീ കള്ളം പറയുകയാണ്. നീ അവനെ കണ്ടില്ല. ആശ്വസിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വിശ്വസിപ്പിക്കാനാണ് പ്രയാസം. ഞാൻ പറയുന്ന സത്യമാണ്. ബിജുവും ഗംഗാനും പോലീസിന്റെ വലയെ കുടുങ്ങിയതാ. എന്നാൽ അവൻ ഗംഗാനെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ഇംപോസിബിൾ. മോഹൻ, അല്ലെങ്കിലും അവനുടെ വരുന്നത് നിനക്കിഷ്ടമില്ലെന്ന് എനിക്കറിയാം. അച്ഛാ, അതെ, അവനും ചിലതൊക്കെ അറിയാം. മറ്റാർക്കും അത് മനസ്സിലാവില്ലെന്ന് ധരിക്കരുത്. ആവശ്യത്തിന് തെളിവുകളില്ലെന്ന് മാത്രം. എക്കാലവും എല്ലാവരുടെയും കണ്ണിൽ മണ്ണാവെന്ന് വിചാരിക്കരുത്. എല്ലാത്തിനും കാരണക്കാരൻ നീയാണ്. ഞാൻ എന്ത് ചെയ്യുന്ന? നീ ചെയ്തതോ? ഗംഗാധരന്റെ ഭാര്യ നശിപ്പിച്ചത് നീയാണ്. അതേടാ, ആ ദിവസം നിന്നെ അവിടെ വെച്ച് കണ്ടത് ബിജുവാണ്. നിനക്ക് എന്റെ കുഞ്ഞിനോട് ആ വൈരാഗ്യമുണ്ട്. അച്ഛന് ചില സമയത്ത് കണ്ണും മൂക്കും കാണില്ല. എന്ത് പറയണമെന്നറിയില്ല. എല്ലാം അറിഞ്ഞോണ്ട് തന്നെയാ പറഞ്ഞത്. അച്ഛൻ പറഞ്ഞത് അമ്മയെ വിശ്വസിച്ചോ? തെറ്റ് ആര് ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ്. ശരിയാണ്, ചേട്ടൻ തെറ്റ് ചെയ്തു. നിങ്ങളുടെ മോനെ കൊണ്ടുവരാൻ പോയ തെറ്റ്, നിങ്ങളുടെ ഭർത്താവിനെ രക്ഷിക്കാൻ പോയ തെറ്റ്. നീ എന്ത് പറഞ്ഞടി? എന്റെ ഭർത്താവോ? അപ്പൊ എന്റെ മോനും ഭർത്താവും നിനക്ക് ആരുമല്ല അല്ലേടി? നീ വരുന്നുണ്ടോ? എവിടെ? നരകത്തിലേക്ക്. അതോ നിന്റെ അച്ഛന്മാരൊക്കെ നീ വിശ്വസിച്ചോ? എങ്കിൽ വരണ്ട. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. അവൻ പോകുന്നു. അവസാനം ഭാര്യയും ഭർത്താവും എന്റെ കയ്യിൽ കുടുങ്ങി. കൊള്ളാം. ഗംഗാൻ, നിന്റെ ഭാര്യയെ നശിപ്പിച്ചത് ഞാനാണെന്നല്ലേ നീ വിശ്വസിക്കുന്നത്? ഇതാ, ഞങ്ങൾ എന്ത് വേണം ചെയ്തോളൂ, പക്ഷെ ബിജുവിനെ വിട്ടു തരണം. രക്ഷപ്പെടാനുള്ള ഏറ്റവും പുതിയ അളവാണിത്. പക്ഷെ അത് പ്രയോഗിച്ച സ്ഥലം തെറ്റിപ്പോയി. മോഹൻ, സിംഹം ഇര തേടി നടക്കാറുണ്ട്, പക്ഷേ ഇര സിംഹത്തെ തേടാറില്ല. മോഹൻ, നിന്നെ ഞാൻ ഇഞ്ചിഞ്ചായി അരിഞ്ഞു ഉറക്കും. അതിനു മുമ്പ് നിന്റെ ഭാര്യയുണ്ടല്ലോ, ഇവൾ ചാമ്പരാവുന്നത് നീ കാണണം. നീ മാത്രമല്ല, എന്റെ നിർമ്മലയെ രക്ഷിക്കാൻ ഒരു നിമിഷം തരാത്ത ആ കമ്മീഷനുണ്ടല്ലോ, അവനും ഇത് കാണണം. ഭദ്രൻ, ഞാനിപ്പോ വരാം. ഹലോ കമ്മീഷണർ, നിന്റെ മകളും മരുമകനും ഇപ്പോഴെന്റെ അടുത്തുണ്ട്. അവരെ ജീവനോടെ നിനക്ക് കിട്ടണമെങ്കിൽ നീ എന്റെ അടുത്ത് വരണം. പക്ഷെ ഒരു കാര്യം, നീ അണിഞ്ഞിരിക്കുന്ന നിയമത്തിന്റെ നാറിയ കോട്ടുണ്ടല്ലോ, അത് ഊരി എറിഞ്ഞിട്ട് വരാവൂ. വെറും തമ്പിയായി.